ആദ്യമായിട്ടൊരു ബെഡ് സ്പേസിലേക്ക് വരുന്ന ഏതൊരു പ്രവാസിയും കടന്നു വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാനിപ്പോൾ പറഞ്ഞുതരാം. പെട്ടിയും കടക്കെ എടുത്തിട്ട് പരിചയമില്ലാത്തൊരു ബ്രോക്കറിന്റെ കൂടെ ഒരു ബെഡ് സ്പേസിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് പറ്റിയ ആരെങ്കിലും അവിടെ ഉണ്ടാവണേ ദൈവമേ എന്നായിരിക്കും എല്ലാവരുടെ മനസ്സിലുള്ള ഒരു ചിന്ത. എന്നാൽ അങ്ങനെ ഒരാളെ പരിചയപ്പെടുന്നതിന് മുമ്പ് ആ റൂമിലെ തലമൂത്തൊരു കാർന്നവരുണ്ടും ആളെയായിരിക്കും നമ്മളെല്ലാവരും ആദ്യം പരിചയപ്പെടുക. ഈ ഹോസ്റ്റൽ വാർഡൻ പോലെ ബെഡ് സ്പേസിലെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു തലമൂത്ത കാർന്നവരുണ്ടാവും. പുള്ളിയിലൂടെ ആയിരിക്കും ആ ബെഡ് സ്പേസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിയാൻ പോകുന്നത്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബ്രോക്കർ ചോദിക്കും ഏത് തരത്തിലുള്ള ബെഡാണ് വേണ്ടതെന്നുള്ളത്. ബങ്കർ ബെഡ് ആണെന്നുണ്ടെങ്കിൽ മുകളിൽ 50 ദിറം കുറവും താഴെ 50 ദിറം കൂടുതലും. പിന്നെ ഒന്നും നോക്കാനില്ലല്ലോ, 50 ദിറം കുറവല്ലേ നമ്മളെല്ലാവരും നോക്കുള്ളൂ. തുടക്കക്കാർക്ക് 50 ദിറം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യ ആയതുകൊണ്ട് തന്നെ മുകളിലത്തെ ബെഡായിരിക്കും ചൂസ് ചെയ്യുക. മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് ഇറങ്ങുന്ന കാര്യം ഇച്ചിരി പാടാ. ബെഡ് സ്പേസിൽ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈറ്റും എ സി ആയിരിക്കും. രാത്രി ഒരു 10 മണി കഴിഞ്ഞാൽ ലൈറ്റും വെളുപ്പിന് ഒരു 2-2:30 ആയി കഴിഞ്ഞാൽ എ സിയും ഓഫ് ആകുന്നതായിരിക്കും മിക്ക ബെഡ് സ്പേസിലും പതിവ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലമൂത്ത ആശാന്മാർക്ക് ലൈറ്റിന്റെ പ്രശ്നവും എ സിയുടെ പ്രശ്നവും എല്ലാം കാണും. അത് പുതിയതായിട്ട് വരുന്ന പിള്ളേർക്ക് ചിലപ്പോൾ മനസ്സിലാവാൻ ഇത്തിരി സമയമെടുക്കും. പിന്നെ ബെഡ് സ്പേസിലെ ഏറ്റവും വലിയ നിയമം എന്ന് പറഞ്ഞാൽ കിച്ചൺ ബാത്റൂം. ദുബായിൽ ഒരു ജോലി കിട്ടണേക്കാളും പാടാണ് ഒരു ബെഡ് സ്പേസിലെ കിച്ചണും ബാത്റൂമും യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ടോക്കൺ നമ്പറൊക്കെ എടുത്തിട്ട് ഡോക്ടറെ കാണൂലേ, അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് സമയത്തിന് വാഷ്റൂം, കിച്ചൺ ഇതൊന്നും യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രമല്ല കേട്ടോ, മറ്റുള്ളവരും കൂടെ സമയം ചിലപ്പോൾ നഷ്ടാവും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പുതിയതായിട്ട് വരുന്നവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ, പക്ഷേ പ്രവാസി ആവാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ ഇതെല്ലാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തേ പറ്റുള്ളൂ.